ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടത് അശ്വമേധയാഗത്തിന്റെ കുതിരയെ തടഞ്ഞ ലവകുശന്മാർ രാമന്റെ സൈന്യത്തിലെ മഹാവീരന്മാരെയെല്ലാം നേരിട്ടതായിരുന്നു. ലക്ഷ്മണനും ഹനുമാനും ശത്രുഘ്നനും ഉൾപ്പെടെയുള്ള വീരന്മാർക്ക് ആ ബാലന്മാരുടെ ശക്തിക്ക് മുന്നിൽ അത്ഭുതപ്പെടേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അതിനേക്കാൾ മഹത്തായ ഒന്നായിരുന്നു. ലവകുശന്മാർ ആരാണെന്നറിയാതെ അവരോട് യുദ്ധം ചെയ്തിരുന്ന രാമസൈന്യം ഇനി അവരുടെ പിതാവായ ശ്രീരാമന്റെ മുമ്പിൽ അവരെ എത്തിക്കാൻ പോകുകയായിരുന്നു. ഉത്തരകാണ്ഡം അധ്യായം 8. യുദ്ധഭൂമിയിൽ നിന്നുള്ള വാർത്തകൾ ഒന്നിനു പിന്നാലെ അയോധ്യയിലെത്തി. മഹാരാജാവേ, ആ 2 ബാലന്മാരെ കീഴടക്കാൻ ആർക്കും കഴിയുന്നില്ല. രാമൻ നിശബ്ദനായി. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രം: അവരാരാണ്? അവരുടെ വീര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ രാമന്റെ ഹൃദയത്തിൽ വിചിത്രമായൊരു സ്നേഹം ഉണർന്നു. അവരുടെ രൂപം എങ്ങനെയാണെന്ന് രാമൻ ചോദിച്ചു. മഹാരാജാവേ, അവർ ബാലന്മാരാണ്. എന്നാൽ അവരുടെ മുഖത്ത് അസാധാരണമായ ഒരു തേജസ്സുണ്ട്. വാക്കുകളിൽ ധർമ്മബോധമുണ്ട്. യുദ്ധത്തിൽ അവർ മഹാവീരന്മാരെ പോലെയാണ്. രാമന്റെ ഹൃദയം വീണ്ടും വിറച്ചു. അദ്ദേഹത്തിന് സീതയെ ഓർമ്മ വന്നു. വർഷങ്ങളായി ഹൃദയത്തിൽ അടച്ചു വച്ചിരുന്ന സീതയുടെ ഓർമ്മ ഇതെന്തുകൊണ്ടാണ്? രാമൻ സ്വയം ചോദിച്ചു. ഈ ബാലന്മാരുടെ വാർത്ത കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് എന്തുകൊണ്ടാണ് സീതയിലേക്ക് പോകുന്നത്? അപ്പോഴേക്കും യുദ്ധഭൂമിയിലെ സ്ഥിതി കൂടുതൽ ഗൗരവമായി. അശ്വമേധയാഗത്തിന്റെ കുതിര ഇപ്പോഴും ലവകുശന്മാരുടെ സംരക്ഷണത്തിലായിരുന്നു. രാമന്റെ സൈന്യത്തിലെ മഹാവീരന്മാർ പലരും പരാജയപ്പെട്ടിരുന്നു. അവസാനം ശ്രീരാമൻ തന്നെ യുദ്ധഭൂമിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. രാമൻ രഥത്തിൽ കയറി. അദ്ദേഹത്തോടൊപ്പം മഹാസൈന്യവും പുറപ്പെട്ടു. ശംഖനാദം മുഴങ്ങി, കൊടികൾ പാറി. അയോധ്യയിലെ ജനങ്ങൾ അത്ഭുതത്തോടെ നോക്കി. ശ്രീരാമൻ തന്നെ യുദ്ധത്തിനായി പുറപ്പെടുന്നു എന്ന വാർത്ത എല്ലായിടത്തും പടർന്നു. രാമന്റെ ഹൃദയത്തിൽ പക്ഷെ യുദ്ധത്തിന്റെ ആവേശമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു താൻ കാണാൻ പോകുന്ന ആ 2 ബാലന്മാർ തൻ്റെ സ്വന്തം മക്കളാണെന്ന്. വാൽമീകി ആശ്രമത്തിനടുത്തുള്ള വനത്തിൽ ലവനും കുശനും ഇപ്പോഴും അശ്വമേധത്തിന്റെ അരികിൽ നിന്നിരുന്നു. ദൂരെയായി വലിയൊരു സൈന്യം വരുന്നത് അവർ കണ്ടു. കുശൻ പറഞ്ഞു, സഹോദരാ, ഇതുവരെ വന്നതിൽ ഏറ്റവും വലിയ സൈന്യമാണ് ഇത്. ലവൻ ശാന്തമായി പറഞ്ഞു, ആരായാലും വരട്ടെ, നാം ഭയപ്പെടേണ്ടതില്ല. അപ്പോൾ അവരുടെ കണ്ണിൽ ഒരു അത്ഭുതകരമായ കാഴ്ച പതിഞ്ഞു. സ്വർണമണിഞ്ഞ രഥം, അതിൽ വില്ലുമായിരിക്കുന്ന ദിവ്യപ്രഭയുള്ള ഒരു രാജാവ്. രാമനെ ആദ്യമായി കാണുകയായിരുന്നു ലവകുശന്മാർ. പക്ഷേ അവനെ കണ്ട നിമിഷം അവരുടെ ഹൃദയത്തിൽ ഒരു വിചിത്രമായ വികാരം ഉണർന്നു. എന്തോ ഒരു പരിചിതം, എവിടെയോ കണ്ടിട്ടുള്ള ഒരാളെ പോലെ. എന്നാൽ എവിടെ, എപ്പോൾ, അവർക്കതറിയില്ലായിരുന്നു. രാമനും ആ 2 ബാലന്മാരെ കണ്ടു. ഒരു നിമിഷം അദ്ദേഹം നിശ്ചലനായി. അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ രാമന്റെ ഹൃദയം വിറച്ചു. അവരുടെ കണ്ണുകൾ, അവരുടെ നെറ്റി, അവരുടെ പുഞ്ചിരി, അവരുടെ ശരീരഭാവം എല്ലാം അദ്ദേഹത്തിന് പരിചിതമായി തോന്നി. രാമന്റെ മനസ്സിൽ ഒരു ചിന്ത മിന്നി: സീത. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ആ ചിന്ത പൂർണ്ണമാകുന്നതിന് മുമ്പേ യുദ്ധത്തിന്റെ ഘോഷം ഉയർന്നു. ലവൻ വില്ലെടുത്തു, കുശനും വില്ലെടുത്തു. രാമസൈന്യം മുന്നോട്ട് നീങ്ങി. രാമൻ അവരെ നോക്കി പറഞ്ഞു, ബാലന്മാരെ, ഈ കുതിരയെ വിട്ടുകൊടുക്കുക. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. എന്നാൽ നിങ്ങൾ കാണിക്കുന്ന വീര്യം സാധാരണയല്ല. ലവൻ മറുപടി പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങളും അങ്ങയെ ആദരിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ ഗുരുവിന്റെ ആജ്ഞയും ധർമ്മവും ഉപേക്ഷിച്ച്
കുതിരയെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. കുശൻ കൂട്ടിച്ചേർത്തു. യുദ്ധം വേണ്ടെങ്കിൽ കുതിരയെ തിരികെ കൊണ്ടുപോകാനുള്ള അവകാശം തെളിയിക്കണം. രാമൻ അവരുടെ വാക്കുകൾ കേട്ട് അത്ഭുതപ്പെട്ടു. ഇത്ര ചെറുപ്പത്തിൽ ഇത്ര വലിയ ധർമ്മബോധം! അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ സ്നേഹം കൂടുതൽ വളർന്നു. എങ്കിലും രാജധർമ്മത്തിന്റെ മുന്നിൽ അദ്ദേഹം നിൽക്കേണ്ടി വന്നു. യുദ്ധം ആരംഭിച്ചു. ലവകുശന്മാരുടെ അമ്പുകൾ ആകാശത്ത് പാഞ്ഞു. രാമന്റെ അസ്ത്രങ്ങളും അതിനെ നേരിട്ടു. ആകാശം മുഴുവൻ അമ്പുകളുടെ ശബ്ദം നിറഞ്ഞു. വനത്തിലെ മരങ്ങൾ കുലുങ്ങി. സൈനികർ വിസ്മയത്തോടെ നോക്കി. രാമന്റെ അമ്പുകൾ അതിവേഗം പാഞ്ഞെങ്കിലും ലവനും കുശനും അത്ഭുതകരമായിട്ട് അവയെ തടഞ്ഞു. രാമന്റെ ഹൃദയത്തിൽ അത്ഭുതം. ഇവർക്ക് ഈ അസ്ത്രവിദ്യ എവിടെ നിന്നാണ് ലഭിച്ചത്? അദ്ദേഹം കൂടുതൽ ശ്രദ്ധയോടെ അവരെ നോക്കി. അപ്പോൾ രാമന് മറ്റൊരു വിചിത്രമായ അനുഭവം. അവരുടെ വില്ല് പിടിക്കുന്ന രീതി പോലും തനിക്ക് പരിചിതം. ഒരു പിതാവ് തൻ്റെ മക്കളെ ആദ്യമായി കാണുമ്പോൾ അനുഭവിക്കുന്ന ആ അജ്ഞാതമായ അടുപ്പം രാമന്റെ ഹൃദയത്തിൽ നിറഞ്ഞു. പക്ഷേ ബുദ്ധി ഇപ്പോഴും അത് അംഗീകരിച്ചിരുന്നില്ല. ലവകുശന്മാർ രാമന്റെ അസ്ത്രങ്ങളെ നേരിട്ടു. രാമനും അവരുടെ അസ്ത്രങ്ങളെ തടഞ്ഞു. ഒരു നിമിഷം യുദ്ധഭൂമി നിശ്ചലമായി. രണ്ട് വശത്തും വില്ലുകൾ താഴ്ന്നു. രാമൻ ബാലന്മാരെ നോക്കി. നിങ്ങളുടെ ഗുരു ആരാണ്? അവർ പറഞ്ഞു, വാൽമീകി മഹർഷി. രാമന്റെ കണ്ണുകളിൽ പ്രകാശം തെളിഞ്ഞു. നിങ്ങളുടെ മാതാവ്? കുശൻ ശാന്തമായി പറഞ്ഞു, സീതാദേവി. ആ പേര് കേട്ട നിമിഷം രാമന്റെ ഹൃദയം തകർന്നു പോയതുപോലെ തോന്നി. സീത വർഷങ്ങളായി തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന ആ പേര്. രാമൻ ബാലന്മാരെ വീണ്ടും നോക്കി. അവരുടെ മുഖം, അവരുടെ കണ്ണുകൾ, അവരുടെ വീര്യം എല്ലാം ഇപ്പോൾ ഒരേ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയായിരുന്നു. ഇവർ സീതയുടെ മക്കൾ. രാമന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ അദ്ദേഹം ഇപ്പോഴും ചോദിച്ചില്ല. ഒരു വലിയ സത്യം സ്വന്തം ഹൃദയത്തിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വാൽമീകി മഹർഷി അവിടെ എത്തിയത്. അദ്ദേഹം സംഭവിക്കുന്നതെല്ലാം ദിവ്യദൃഷ്ടിയിൽ അറിഞ്ഞിരുന്നു. രാമനെ കണ്ടപ്പോൾ മഹർഷി ശാന്തമായി നിന്നു. ലവകുശന്മാർ ഗുരുവിനെ കണ്ടപ്പോൾ വില്ല് താഴ്ത്തി. ഗുരുദേവ! അവർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി. വാൽമീകി അവരെ അനുഗ്രഹിച്ചു. പിന്നെ രാമനെ നോക്കി. രാമന്റെ കണ്ണുകളിൽ ചോദ്യം, വാൽമീകിയുടെ കണ്ണുകളിൽ മറുപടി. മഹർഷി പതുക്കെ പറഞ്ഞു, രാമ, ഇനി മറച്ചു വയ്ക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. രാമന്റെ ഹൃദയം ശക്തമായി മിടിച്ചു. മഹർഷേ! വാൽമീകി ലവകുശന്മാരെ നോക്കി. മക്കളെ, നിങ്ങൾ ഇതുവരെ പാടിയ രാമായണം ആരുടെ കഥയാണെന്ന് നിങ്ങൾക്കറിയാം. ലവനും കുശനും തലകുലിച്ചു. ശ്രീരാമന്റെ കഥ, മഹർഷി പറഞ്ഞു. അതെ, എന്നാൽ ആ ശ്രീരാമൻ തന്നെയാണ് നിങ്ങളുടെ പിതാവ്. ഒരു നിമിഷം സമയം നിശ്ചലമായതുപോലെ തോന്നി. ലവനും കുശനും ഒന്നും പറയാനില്ല. അവർ രാമനെ നോക്കി. രാമൻ കണ്ണുനീരോടെ അവരെ നോക്കി. പിതാവും പുത്രന്മാരും ആദ്യമായി പരസ്പരം തിരിച്ചറിഞ്ഞു. കുശന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ പിതാവ്? വാൽമീകി പറഞ്ഞു, ഇവിടെയുണ്ട്. ലവൻ രാമന്റെ അരികിലേക്ക് നടന്നു നോക്കി. അവന്റെ ഹൃദയത്തിൽ വർഷങ്ങളായി അറിയാതെ കിടന്നിരുന്ന ഒരു ശൂന്യത പെട്ടെന്ന് നിറഞ്ഞു. രാമൻ തന്റെ കൈകൾ നീട്ടി. ലവനും കുശനും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിയെടുത്തു. രാമൻ അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. വർഷങ്ങളായി അടക്കി വെച്ചിരുന്ന കണ്ണുനീർ അന്നൊഴുകി. എന്റെ മക്കളെ എന്ന് രാമൻ പറഞ്ഞു. ആ വാക്ക് കേട്ടപ്പോൾ ലവകുശന്മാരുടെ കണ്ണുകളും നിറഞ്ഞു. അവർ രാമന്റെ പാദങ്ങളിൽ വീണു. രാമൻ അവരെ എഴുന്നേൽപ്പിച്ച് വീണ്ടും ചേർത്ത് പിടിച്ചു. അവിടെ നിന്നിരുന്ന ഹനുമാന്റെ കണ്ണുകളും നിറഞ്ഞു. ലക്ഷ്മണൻ തല കുനിച്ചു നിന്നു. അവന്റെ മനസ്സിൽ സീതയെ വനത്തിൽ ഉപേക്ഷിച്ച ആ ദിവസം വീണ്ടും തെളിഞ്ഞു. അമ്മേ, ഇന്ന് നിങ്ങളുടെ മക്കൾ പിതാവിനെ കണ്ടെത്തിയിരിക്കുന്നു. രാമൻ വാൽമീകി മഹർഷിയോട് ചോദിച്ചു, മഹർഷേ, സീത എവിടെയാണ്? വാൽമീകി ശാന്തമായി പറഞ്ഞു, അവൾ എന്റെ ആശ്രമത്തിൽ തന്നെ ഉണ്ട്. രാമന്റെ ഹൃദയത്തിൽ പ്രതീക്ഷയും വേദനയും ഒരുമിച്ച് നിറഞ്ഞു. അവളെ വീണ്ടും കാണാൻ കഴിയുമോ?
വാൽമീകി പറഞ്ഞു, കാലം അതിനും സാക്ഷിയാകും. രാമൻ മക്കളെ നോക്കി. അവന്റെ മുഖത്ത് ഏറെ നാളുകൾക്ക് ശേഷം ഒരു പിതാവിന്റെ സന്തോഷം തെളിഞ്ഞു. ലവനും കുശനും തങ്ങളുടെ പിതാവിനെ ചുറ്റി നിന്നു. അശ്വമേധയാഗത്തിന്റെ കുതിരയെ ചുറ്റിപ്പറ്റി തുടങ്ങിയ സംഘർഷം അവസാനം ഒരു കുടുംബത്തെ വീണ്ടും ഒന്നിപ്പിക്കുന്ന വഴിയായി മാറിയിരിക്കുന്നു. എന്നാൽ കഥ ഇവിടെ അവസാനിച്ചില്ല. രാമൻ ലവകുശന്മാരോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ പാടിയ രാമായണം ഞാൻ കേൾക്കണം. അവർ വാൽമീകി മഹർഷിയുടെ അനുവാദത്തോടെ രാമായണം പാടിത്തുടങ്ങി. രാമൻ കേട്ടുകൊണ്ടിരുന്നു. തന്റെ സ്വന്തം ജീവിതം, തന്റെ വനവാസം, സീതയുടെ അപഹരണം, ഹനുമാന്റെ ലങ്കായാത്ര, രാവണവധം, അയോധ്യയിലേക്കുള്ള മടങ്ങിവരവ്, സീതാവിരഹം എല്ലാം സ്വന്തം മക്കളുടെ വായിലൂടെ വീണ്ടും കേൾക്കുമ്പോൾ രാമന്റെ ഹൃദയം വേദനിച്ചു. ലവകുശന്മാർ പാടുന്ന ഓരോ വരിയിലും അവരുടെ അമ്മയുടെ കണ്ണുനീർ ഒളിഞ്ഞിരുന്നു. രാമൻ മനസ്സിൽ പറഞ്ഞു, സീതേ, നിന്നോട് ഞാൻ ചെയ്ത ത്യാഗത്തിന്റെ വേദന ഇന്ന് എൻ്റെ മക്കളുടെ പാട്ടിലൂടെ വീണ്ടും അനുഭവിക്കുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അവസാനം രാമൻ ലവകുശന്മാരെ തന്റെ അരികിലിരുത്തി അയോധ്യയിലെ മഹായാഗത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അവിടെ അവരുടെ ജന്മസത്യവും സീതയുടെ പാതിവ്രത്യവും ലോകത്തിനു മുന്നിൽ വെളിവാകേണ്ടതായിരുന്നു. പക്ഷേ ആ മഹാസഭയിൽ നടക്കാൻ പോകുന്നത് അതിലും വലിയൊരു സംഭവം. സീതാദേവി തന്നെ ലോകത്തിന്റെ മുന്നിൽ തന്റെ പരിശുദ്ധിക്ക് വീണ്ടും സാക്ഷ്യം നൽകാൻ പോകുന്നു. അതിനുശേഷം സംഭവിക്കുന്നത് രാമായണത്തിലെ ഏറ്റവും ഹൃദയഭേദകമായ നിമിഷങ്ങളിൽ ഒന്നാണ്. ഭൂമിദേവിയുടെ മടിയിലേക്ക് സീത മടങ്ങുന്ന മഹാസംഭവം, രാമന്റെ കണ്ണുനീർ, ലവകുശന്മാരുടെ വേദന, അയോധ്യയുടെ നിശബ്ദത, ഇതെല്ലാം ഇനി നമ്മുടെ കഥയുടെ അടുത്ത അധ്യായത്തിലേക്ക് നമ്മെ നയിക്കും. അങ്ങനെ അശ്വമേധയാഗത്തിന്റെ കുതിരയെ തടഞ്ഞ 2 ബാലവീരന്മാർ ആരാണെന്ന രഹസ്യം തെളിഞ്ഞു. അവർ ശത്രുക്കളായിരുന്നില്ല. അവർ രാമന്റെ സ്വന്തം പുത്രന്മാരായ ലവനും കുശനുമായിരുന്നു. അടുത്ത അധ്യായത്തില് സീതാദേവിയുടെ അവസാന സാക്ഷ്യം, ഭൂമിദേവിയുടെ മടിയിലേക്ക് സീതാദേവി പോകുന്നു. അങ്ങനെയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത അധ്യായത്തില് കേൾക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമചന്ദ്ര की जय.